ഹലോ. 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 ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അബിയ. ഞാൻ ഫ്യൂച്ചർ ഫോക്കസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വിളിക്കുവാണേ. എവിടുന്ന? ഫ്യൂച്ചർ ഫോക്കസ്. ആന. നമ്മുടെ സ്ഥാപനം ഒരു സേവാ കേന്ദ്രമാണ്. എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നേ. ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ റീഫൈനാൻസ്, അഗ്രി ലോൺ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുതിയൊരു സ്കീം വന്നേക്കുന്നത് 2016 ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂവിന്റെ അക്കൗണ്ട് ത്രൂ EMI പോകുന്നതാണെങ്കിൽ മാർക്കറ്റ് വാല്യൂവിന്റെ 200% നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും. ഹലോ. പറഞ്ഞോ. അത്രയും ചെയ്തു കൊടുക്കും. അതായത് 5 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് 10 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും. നിലവിൽ സാറിന് ഫിനാൻസ് നിലനിൽക്കുന്നത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന രീതിക്കാണ് നമ്മൾ ലോൺ ചെയ്തു തരുന്നത്. ഏത് ബാങ്കാന്ന് പറഞ്ഞു? നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറേ പ്രവർത്തിക്കുന്നത്. ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ്. ഓഫീസ് ഒന്ന് ക്ലിയർ ആവുന്നു സാറേ, ഓഫീസ്? ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ്. ഇടുക്കി ജില്ലയിൽ നിന്നാണോ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്? ബാക്കിയുള്ള ജില്ലകൾക്കില്ലേ? ഓൾ കേരള സർവീസ് എന്ന് വെച്ചാൽ എങ്ങനെയാ? സർവീസ് എങ്ങനെയാണ്? നമുക്ക് സ്റ്റാഫുകളുണ്ട്, വേറെ സ്റ്റാഫുകളുണ്ട് കേരളത്തിൽ. നിങ്ങളുടെ ഓഫീസായിട്ട് ഇടുക്കി മാത്രമേ ഉള്ളൂ? ഇടുക്കി മാത്രം. നമുക്ക് ബ്രാഞ്ച് ആയിട്ട് ഇടുക്കി മാത്രമേ ഉള്ളൂ. സ്റ്റാഫുകൾ ഓൾ കേരള സ്റ്റാഫുകളുണ്ട്. അല്ല, നിങ്ങൾ നിലവിലിരിക്കുന്ന 5 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് 10 ലക്ഷം രൂപ ലോൺ തരുമെന്നോ? അത് ഓൾറെഡി EMI പൊക്കോണ്ടിരിക്കുന്ന വണ്ടിക്കാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന വാഹനത്തിനാണെങ്കിൽ, ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ 90% നമ്മൾ ലോൺ ചെയ്തു തരും. ഞാൻ ചോദിച്ചത് ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. 5 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് 10 ലക്ഷം രൂപ നിങ്ങൾ ലോൺ തരുമോ? തരും. അങ്ങനെയാണ് ഞാൻ 5 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തോണ്ട് വന്നാൽ നിങ്ങൾ 10 ലക്ഷം എനിക്ക് തരുമോ? അത് ഓൾറെഡി നമ്മൾ EMI അടച്ചോണ്ടിരിക്കുന്നവരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ. EMI എങ്ങനെ അടയ്ക്കുന്നത്? അതായത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഫിനാൻസ്, നമ്മളിപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട്. ആ ഫിനാൻസ് എല്ലാ മാസവും 3-ാം തീയതി ആണെങ്കിൽ ആ 3-ാം തീയതി എല്ലാ മാസവും കട്ടായി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തു തരത്തുള്ളൂ. അതുകൊണ്ടുള്ള നിങ്ങളുടെ നേട്ടം എന്താണ്? എങ്ങനെ? അതുകൊണ്ട് നിങ്ങളുടെ നേട്ടം എന്താണ്? നമ്മളൊരു ഏജൻസി ആയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോസസിംഗ് ഫീസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടത്തില്ലേ? ഏജൻസി ആയിട്ട് പ്രോസസിംഗ് ഫീസ് മാത്രം കിട്ടുന്നതുകൊണ്ട് ഇത്രയും 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്കിലോട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ തിരിച്ചടച്ചില്ലെങ്കിലോ? നമ്മൾ ബാങ്കുകൾക്ക് കേസ് എടുത്ത് കൊടുക്കുമല്ലോ സാറേ ചെയ്യുന്നേ. ബാങ്കുകൾക്ക്? നിങ്ങൾ പറയുന്നത് ക്ലാരിറ്റി ആകുന്നില്ല, വ്യക്തമാകുന്നില്ല സാർ. എനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നൊന്നും.